രാഹുലിനെ എത്തിച്ച ഇടങ്ങളിലെല്ലാം പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐയും യുവമോർച്ച പ്രവർത്തകരും ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ വഴിനീളെ ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുലിനെ എത്തിച്ച ഈ മാവേലിക്കര സബ് ജയിലിന് മുന്നിലും പലപ്പോഴും വാഹനത്തിന്, അതായത് സബ് ജയിലിൽ എന്ന് പറയുന്നത് കോടതി വളപ്പിനോട് ചേർന്നാണ്. കോടതിയുടെ ഗേറ്റിൽ കൂടി കടന്ന് ഒരു ഇട റോഡിൽ കൂടി വേണം ഇവിടെ ഈ സബ് ജയിലിലേക്ക് എത്താൻ. വാഹനത്തിന് അമിത വേഗതയിൽ വരാൻ വേണ്ടി പറ്റുന്ന ഒരു ഇടം കൂടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വാഹനത്തിന് മുന്നിലേക്ക് പ്രതിഷേധക്കാർ മുന്നിലേക്ക് വീഴുന്നൊരു അവസ്ഥയുണ്ടായി. പോലീസ് ഏറെ ശ്രമപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ജയിലിലേക്ക്, മാവേലിക്കര പ്രത്യേക ജയിലിലേക്ക് കൊണ്ടുവന്നതും. എന്ന് മാത്രവുമല്ല, സാധാരണ നിലയിൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാൽ പ്രതിഷേധമുണ്ടാകും എന്ന് കണക്കുകൂട്ടിയിട്ടാകാം വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിട്ടില്ല. അല്പസമയത്തിനകം ഡോക്ടർമാർ, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഇവിടെ സബ് ജയിലിൽ നേരിട്ടെത്തി രാഹുലിനെ വൈദ്യപരിശോധന നടത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ സ്വാഭാവികമായി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ എന്ന് മാത്രവുമല്ല, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പലപ്പോഴും സർക്കാരിനെയും പ്രതിപക്ഷ അല്ലെങ്കിൽ സർക്കാർ അനുകൂല സംഘടനകളെയെല്ലാം വലിയ രീതിയിൽ ചാനൽ ചർച്ചകളിലടക്കം മുട്ടുകുത്തിക്കുകയും അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാഷ്ട്രീയമായി ഉള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ എതിർപ്പിനോടൊപ്പം തന്നെ വ്യക്തിപരമായും രാഹുലിനോട് ഈ യുവജന സംഘടനകൾക്കൊക്കെ എതിർപ്പുണ്ട്. പലപ്പോഴും അവരെ പ്രതിരോധത്തിലാക്കി എന്നുള്ളതാകും. പക്ഷേ എന്തുകൊണ്ട് രാഹുൽ ചെയ്ത കുറ്റങ്ങളൊന്നും ഇല്ലാണ്ടാകുന്നില്ല? സ്വാഭാവികമായി തന്നെ രാഹുലിനെതിരെ അതുകൊണ്ട് കൂടിയാകാം ഇത്ര വലിയൊരു പ്രതിഷേധമുണ്ടായത്. രാവിലെ മുതൽ രാഹുലിനെതിരായ പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അമലുണ്ടായിരുന്നു. അമൽ, എങ്ങനെയാണ് ഇത്ര വലിയൊരു പ്രതിഷേധം രാഹുലിനെതിരെ പെട്ടെന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത്? ഇന്നലെ രാത്രി രാഹുലിൻ്റെ അറസ്റ്റ് ഉണ്ടായി എന്നുള്ള വിവരമൊക്കെ പുറത്തേക്ക് അറിയുന്നത് രാവിലെ ഒരു 8 മണി 9 മണി ആളുകൾ വാർത്ത കണ്ടു തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഈ വിവരം പുറത്തേക്ക് വരികയാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ അപ്പോൾ മുതൽ ആശുപത്രിയുടെ പരിസരത്തുണ്ടായിരുന്നു. കാരണം വൈദ്യപരിശോധനയ്ക്ക് രാഹുലിനെ അവിടേക്ക് എത്തിക്കും എന്നുറപ്പായിരുന്നു. നേരത്തെ എയർ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രതിഷേധം നമ്മൾ പ്രതീക്ഷിച്ചതാണെങ്കിൽ അവിടെ പ്രതിഷേധമില്ലാതെ കടന്നു പോന്നു. പക്ഷേ ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നമ്മൾക്ക് അവരുടെ നിപ്പും മട്ടുമൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ഇത്തരം പ്രതിഷേധിക്കാൻ നിൽക്കുന്നവരെ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ യുവമോർച്ച പ്രവർത്തകരെ മാത്രമാണ് ആദ്യം കണ്ടത്. അവരുടെ സൈഡിൽ നിൽക്കുകയായിരുന്നു. വളരെ കുറച്ച് പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ രാഹുലിനെയും കൊണ്ടുവന്ന വാഹനത്തിനൊപ്പം കുറച്ചധികം പോലീസ് വാഹനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആശുപത്രിയിൽ 2 വാഹനവും ആ വാഹനത്തിൽ വളരെ കുറച്ച് പോലീസുകാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് അവിടെ 2-3 വനിതാ പോലീസുകാർ മാത്രവും ഒരു 3-4 പുരുഷ പോലീസും മാത്രമാണ് ഉണ്ടായിരുന്നത്. വന്നിറങ്ങുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം ചാടി ഇറങ്ങി അവിടേക്ക് നിന്നു. ഒരു ഭാഗത്ത് യുവമോർച്ച പ്രവർത്തകരും ഒരു ഭാഗത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അങ്ങ് തമ്പടിച്ചു. വാഹനത്തിന് ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ വാഹനം ഇങ്ങനെ നിന്നു. ഒടുവിൽ രാഹുലിനെ എങ്ങനെ പുറത്തേക്ക് ഇറക്കുമെന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ ആശങ്കയായി മാറി. ഷീൽഡ് ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രവർത്തകർ അതെല്ലാം മറികടന്ന് രാഹുലിന് അടുത്തേക്ക് എത്തുകയാണ്. ഒരു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണെങ്കിൽ കൂടി ആ ആളും ആക്രമണം ഏൽക്കാതെ നോക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ പോലീസ് അങ്ങ് വലഞ്ഞുപോയി. പോലീസ് അതിനിടയിലൂടെ ഈ യുവമോർച്ച പ്രവർത്തകരെ ഒരു ഭാഗത്ത് നിർത്തി, ഡിവൈഎഫ് പ്രവർത്തകരെ ഒരു ഭാഗത്ത് നിർത്തി പോലീസ് വലയത്തിനുള്ളിലാണ് രാഹുലിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്. അതും താൽക്കാലികമായി ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു പുതിയ കെട്ടിടമാണ്. അപ്പോൾ അകത്ത് രാഹുൽ കടന്നുപോയതിനു ശേഷം സാധാരണ നിലയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തിറങ്ങേണ്ട സമയം ഒരുപാട് കഴിഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് ചില ഈ ലൈംഗികശേഷി പരിശോധന അടക്കമുള്ള മറ്റ് കുറച്ച് അധികം പരിശോധനകൾ കൂടി ഉണ്ടായിരുന്നു. എങ്കിലും ഈ പരിശോധനകളെല്ലാം പൂർത്തിയായ ശേഷവും രാഹുലിനെ കുറേ അധികം സമയം ആശുപത്രിക്കുള്ളിൽ തുടരാൻ രാഹുലിനോട് നിർദ്ദേശിക്കേണ്ടി വന്നു. കാരണം പുറത്തേക്ക് ഇറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്ന് മനസ്സിലാവുന്നില്ല. കൃത്യമായ ഇടവേളകളിൽ പ്രതിഷേധം വീണ്ടും പുറത്തുണ്ടാകുന്നു. യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു, ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നു. MLA അടക്കമുള്ള ആളുകളെ സമാനമായ രീതിയിൽ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ഒരു പ്രതിഷേധം എന്തുകൊണ്ടായിരിക്കാം രാഹുലിനെതിരെ ഉണ്ടാകുന്നത്? ഇതൊരു നിരന്തരമായ പരാതിയുടെ ഒരു നിര തന്നെ ഉള്ളതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണോ? അതായത് വിൻസെൻ്റ് MLA മാത്രമല്ല, എൽദോസ് കുന്നപ്പള്ളി MLA അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനായി കോവളം, വിഴിഞ്ഞമടക്കമുള്ള പ്രദേശങ്ങളിലൂടെ, ഉദയസമുദ്ര അടക്കമുള്ള സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയതാണ്. അത് കൊണ്ടുപോകുന്ന സമയത്ത് വാർത്തയിൽ ഈ ദൃശ്യങ്ങളെല്ലാം പോകുന്നുമുണ്ട്. ആളുകൾക്ക് പ്രതിഷേധിക്കാൻ വരണമെങ്കിൽ അവിടേക്ക് വന്ന് പോലും പ്രതിഷേധിക്കാം. കാരണം തെളിവെടുക്കാൻ കൊണ്ടുവരുന്ന രാഹുലിനെ റോഡിലൂടെയാണ് നടത്തുന്നത്, ആ ഭാഗത്തൂടെ എൽദോസിനെ. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതിഷേധിക്കാനാണെങ്കിൽ എൽദോസിനെതിരെയും പ്രതിഷേധിക്കാം, വിൻസെൻ്റിനെതിരെ പ്രതിഷേധമുണ്ടാകാം. പ്രതിഷേധമൊക്കെ ഉണ്ടായി, ചെറിയ പ്രതിഷേധങ്ങളൊക്കെ കടന്നുപോയി എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ CPM-ഉം അല്ലെങ്കിൽ യുവമോർച്ചയും ഒക്കെ കാണുന്നതെന്ന് പറയുന്നത് രാഹുൽ നിരന്തരമായി അവരെ ആക്രമിക്കുന്ന ഒരാളായാണ് കണ്ടിരുന്നത്. മാത്രമല്ല, ഇന്നത്തെ പ്രതിഷേധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐ പ്രതിഷേധിച്ചു. ജയിലിലേക്ക് പോകുമ്പോൾ നീ പൊതിച്ചോറ് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞവർ പോലീസിന് കയ്യിൽ അവൻ്റെ കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലും പറയുന്നൊരവസ്ഥയുണ്ടായി. കാരണം രാഹുൽ പൊതിച്ചോറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിവാദ പരാമർശം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ രാഹുൽ ആഭ്യന്തരമന്ത്രി വാഴയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ സഭയിലാണെങ്കിൽ പോലും സാധാരണ ഒരു
രീതിയിൽ സാധാരണ MLA-മാരുടെ ഒരു രീതിയിലല്ല രാഹുലിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത്. അതിവൈകാരികമായി പല വിഷയങ്ങളും പ്രതികരിക്കും. മാത്രമല്ല ചാനൽ ചർച്ചയിലേക്ക് ഇരുന്ന് രാഹുൽ ഒരുപാട് ശത്രുക്കളെ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് സ്വാഭാവികമായും രാഹുലിനെ അടിക്കാൻ ഒരു വടി കിട്ടുമ്പോൾ യുവമോർച്ചയും DYFIയും ഒക്കെ ഇത് ചെയ്യുന്നതിൽ ഒരു അത്ഭുതവുമില്ല. കാരണം അവർക്ക് കിട്ടിയ ഒരു അവസരമായാണ് അവരതിനെ കാണുന്നത്. തിരഞ്ഞെടുപ്പ് വരാൻ നാളുകൾ ഇനി കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഇത് മറ്റേ വൈദ്യപരിശോധനയ്ക്ക് വീണ്ടും ഒരു സംഘം കൂടി എത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ ആശുപത്രിയിൽ വൈദ്യപരിശോധന ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയിൽ എത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിനു ശേഷം പിന്നീട് വൈദ്യപരിശോധന നടന്നില്ല. കാരണം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. രഘു നേരത്തെ പറഞ്ഞതുപോലെ ഈ എവിടെയെങ്കിലും വാഹനം ഒന്ന് നിർത്തിപ്പോയാൽ പിന്നീട് അവിടുന്ന് ആ വാഹനം എടുത്തു പോരുക എന്ന് പറയുന്നത് ചില്ലറ പണിയായിരുന്നില്ല. വാഹന വ്യൂഹത്തിന് നടുവിൽ, വാഹനങ്ങൾക്ക് നടുവിൽ, പോലീസ് വാഹനങ്ങൾക്ക് നടുവിലെന്നല്ല, വാഹന വ്യൂഹത്തിന് നടുവിലാണ് രാഹുൽ പോകുന്നത് എന്ന് പറയേണ്ടി വരും. പോലീസുകാരുടെ അകമ്പടി എന്ന് പറയുമ്പോൾ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ഓരോ വാഹനം കൂടി വരുന്നതാണ് നമ്മൾ കാഴ്ചയിൽ കണ്ടത്. എന്തായാലും അങ്ങനെ എത്തിയ പോലീസ് വാഹനം എന്തായാലും ജയിലിന് മുന്നിലേക്ക് എത്തുമ്പോഴും പ്രതിഷേധമുണ്ടായി. അതിനാൽ തന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരിടത്ത് ഇറക്കിയുള്ള ഒരു വൈദ്യ പരിശോധന എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമായിരുന്നില്ല. അത് മാവേലിക്കര ആശുപത്രിയിലാണെങ്കിലും പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിലേക്ക് ഒരു വട്ടം കൂടി എത്തിച്ചുള്ള വൈദ്യപരിശോധനയൊന്നും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. അതിനാലാണിപ്പോൾ ഡോക്ടർ അടങ്ങുന്ന, നേഴ്സുമാരടങ്ങുന്ന ഒരു സംഘം ഇപ്പോൾ ജയിലിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ ജയിലിലേക്ക് കടന്നു പോവുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള, കാരണം പോരുന്ന വഴിയിൽ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഈ ജഡ്ജിയുടെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും യുവമോർച്ച പ്രവർത്തകരുടെയൊക്കെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം രാഹുൽ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയാനാണ് ഇപ്പോൾ ജയിലിലേക്ക് ഈ വൈദ്യപരിശോധനയ്ക്കായുള്ള സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ശരി, വൈദ്യപരിശോധനയ്ക്കായി മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് സംഘം എത്തിയിരിക്കുന്നു. ഡോക്ടർമാർ ഉൾപ്പെട്ട സംഘം, ഡോക്ടർ ഉൾപ്പെട്ട സംഘമാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് അമലും രഘുവുമാണ് ഇപ്പോൾ തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം